കല്ലറ പോലീസ് സ്റ്റേഷനിലെ കേസുകൾ വെള്ളിയാഴ്ച മുതൽ ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി ഒന്നിൽ പരിഗണിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ സ്വാഗതം ചെയ്തു. ഇത് സംബന്ധിച്ച ബാർ അസോസിയേഷൻ ഹൈക്കോടതിയിൽ നിവേദനം നൽകിയിരുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിധിയിലുണ്ടായിരുന്ന ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ കേസുകൾ അടുത്തിടെ കോട്ടയം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റിയിരുന്നു. ഇതേ തുടർന്ന് 200ഓളം വരുന്ന ഏറ്റുമാനൂരിലെ അഭിഭാഷകരും അവരുടെ ജീവനക്കാർക്കും തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. കേസുകളുടെ എണ്ണം 1400-ലും താഴെയായി. ഇതേ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പുതിയതായി സ്ഥാപിച്ച കല്ലറ പോലീസ് സ്റ്റേഷന്റെ അധികാര പരിധിയിലുള്ള പ്രാദേശിക പ്രദേശങ്ങൾ ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിന്റെ അധികാര പരിധിയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ കോട്ടയം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരുന്നു. ഇത് വെള്ളിയാഴ്ച മുതൽ നിലവിൽ വരും. നിലവിൽ ഏറ്റുമാനൂർ, കിടങ്ങൂർ, കല്ലറ പോലീസ് സ്റ്റേഷനുകളും ഏറ്റുമാനൂർ റേഞ്ച് എക്സൈസ് ഓഫീസ്, കുറവിലങ്ങാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എന്നിവ ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിന്റെ പരിധിയിൽ വരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബി വെട്ടൂർ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെസിമോൾ ജോസഫ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ധന്യ ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു. ഏറ്റുമാനൂർ കോടതിയിൽ നിന്നും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കോട്ടയത്തേക്ക് മാറ്റിയ അവസരത്തിൽ അത് ഗാന്ധിനഗറിൽ ഏറ്റുമാനൂരിൽ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് റിട്ട് ഹർജി നൽകിയിരുന്നു. ആ റിട്ട് ഹർജിയുടെ അടിസ്ഥാനത്തിൽ 2 വർഷത്തോളം സ്റ്റേയിൽ നിന്നു. പക്ഷെ പിന്നീട് സ്റ്റേ വെക്കേറ്റ് ചെയ്ത് ഗാന്ധിനഗർ കോട്ടയം കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ആ അവസരത്തിൽ ഏറ്റുമാനൂർ കോടതി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിച്ചിരുന്നു. ആ സമരപരിപാടികൾ നിയമാനുസരണം മാത്രം നടത്തി ഞങ്ങൾ സമരപരിപാടികൾ അവസാനിപ്പിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ നിവേദനം സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം ഹൈക്കോടതിയും ജില്ലാ കോടതിയും ഞങ്ങളെ വിളിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. മുഴുവൻ ഡേറ്റകളും ഞങ്ങൾ കൃത്യമായി ഹാജരാക്കി. എന്തുകൊണ്ട് ഏറ്റുമാനൂരിൽ കൂടുതൽ പോലീസ് സ്റ്റേഷൻ്റെ അധികാരപരിധി വേണമെന്നതിനെക്കുറിച്ചുള്ള ഡേറ്റകൾ കൃത്യമായി ഹാജരാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അതിനെക്കുറിച്ച് പഠനം നടത്തുകയും ഹൈക്കോടതി നിർദ്ദേശിച്ച കമ്മിറ്റി അത് സംബന്ധിച്ച് ഏറ്റുമാനൂരിന് അനുകൂലമായി തീരുമാനമെടുക്കുകയുണ്ടായി. ആ തീരുമാനം വീണ്ടും ഹൈക്കോടതിയുടെ ഫുൾ കോർട്ടിൽ സമർപ്പിക്കുകയും ഫുൾ കോർട്ട് അത് അംഗീകരിക്കുകയും ചീഫ് ജസ്റ്റിസ് ഒപ്പിട്ട് ആ തീരുമാനം പുറത്തു വരികയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇത് സംബന്ധിച്ച് ഫൈനൽ ഉത്തരവിറക്കി ഇന്നു മുതൽ കല്ലറയുടെ ചാർജ് ഏറ്റുമാനൂരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.